അതോടൊപ്പം തന്നെ ആത്മസുഖം ഉണ്ടായിരിക്കും. ഈ അവസരത്തിൽ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കടമ സ്കിറ്റ് വിതരണം ചെയ്യാനുള്ളതാണ്. ഒരു അല്പം ആശ്വാസത്തിൻ്റെ കാരുണ്യം കൊടുക്കാൻ ഈ സംഘടനത്തിൽ കഴിഞ്ഞാൽ അത് ഏറ്റവും വായിച്ചാലും നീ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തികൾ പാവപ്പെട്ടവരോട് ചെയ്തതെങ്കിൽ മരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രകുന്നൽ കുടുംബയോഗം ഭാര്യ വീട്ടിലാണ് ഇവിടുത്തെ പള്ളിയിൽ ഈ മൂന്നിടത്ത് എത്തിച്ചതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഞാൻ സ്റ്റേജിൽ വിട്ടു പോകുന്നു. നിങ്ങളുടെ എന്നുള്ള അനുവാദത്തോടുകൂടി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കാരുണ്യ സാംസ്കാരിക സമിതിയുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ PA കുഞ്ഞുമോൻ ഔപചാരികമായി ഉദ്ഘാടനത്തിന് ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്ന കോട്ടയങ്ങളെ വളരെ സജീവമായി പങ്കെടുക്കുന്നതിന് ഇവർ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ഏകദേശം 5-6 വർഷക്കാലമായി കാരുണ്യ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനങ്ങൾ അടുത്തു നിന്ന് വീക്ഷിക്കുന്നതിന് അവസരമുണ്ടായി, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് അടുത്തു നിന്ന് വീക്ഷിക്കുന്നതിന്, പഠിക്കുന്നതിന് അവസരം ലഭിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിലെല്ലാം ഉപരി ഇപ്പോൾ ഈ കിറ്റ് വിതരണം നടന്നപ്പോൾ സംഘടനയുടെ എല്ലാമായ പ്രസിഡന്റ് ഒരു അനൗൺസ്മെന്റ് നടത്തിയത് വളരെ ടച്ചിങ്ങായി, ഹൃദയസ്പർശിയായി എനിക്ക് തോന്നുന്നു. ഇതുപോലെയുള്ള വേദികളിലോ അല്ലെങ്കിൽ ഇതുപോലെ നടക്കുന്ന സാംസ്കാരിക പരിപാടികളിലും അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലുമൊക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ കിറ്റിന് വാങ്ങിക്കുന്നതിനായി ആളുകളെ ക്ഷണിച്ചപ്പോൾ ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ഇത് സംഘടനയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് സംഘടിപ്പിച്ച പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്ന ഇതിന്റെ ഭാരവാഹികൾ ഉന്നമനമാണ് നിങ്ങൾ അവിടെ ലക്ഷ്യമിടുന്നത്. മഹത്തായ ഒരു പ്രവർത്തനം തന്നെയല്ലെങ്കിൽ പിന്നെ ഇത് മറ്റെന്ത്? നമ്മുടെ ചുറ്റും രോഗങ്ങളെ കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനം നമുക്കൊരു പക്ഷെ കാഴ്ചവെക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ചെറുതായിട്ട് നിങ്ങൾ പറയാനായിട്ട് 30 വർഷമായി ഞാനിവിടെ വന്നിട്ട്. പിന്നെ ഞാൻ പറയാം, മാന്യ സദസ്സിന് നമസ്കാരം. കാരുണ്യ സാംസ്കാരിക സമിതിയുടെ 8ാമത്തെ വർഷമാണെന്ന് എല്ലാവരും പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പറയുന്നു, ഇതിപ്പം എത്ര വർഷമായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇവർക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഇത് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമ്മൾ വന്ന കാലം മുതൽ എനിക്ക് ഭയങ്കര സ്നേഹമായി വയ്യാത്ത ഇപ്പൊ അവൻ പറ്റാൽപ്പെട്ടാണതായിട്ട് നടക്കുക. അതുകൊണ്ട് എനിക്ക് സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒത്തിരി സിനിമാ നടന്മാരും പിന്നെ സീരിയൽ നടന്മാരും, സീരിയൽ ഞാൻ കാണുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് സീരിയൽ നടന്മാരെ എല്ലാം തന്നെ എനിക്കറിയാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെങ്ങനെ ഞാൻ അവർക്കെല്ലാം അവരെല്ലാം സ്വാഗതം ചെയ്യും, നല്ലതായിട്ട്. പിന്നെ ഞാൻ എന്താ പറയേണ്ടതെങ്കിൽ ഞങ്ങളുടെ അതിനെല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ഇപ്പം സംസാരിച്ചു, ഇതിപ്പോൾ ഒരു വലിയൊരു പരിപാടി ആയിട്ടാണ് നടത്തുന്നത്.
അപ്പോൾ എല്ലാവരും പറയും നമ്മൾ ആൾക്കാരെ കാണിക്കാനാണ്, നമ്മൾ അതിനു വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. എല്ലാവരും നല്ല ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അതിവിടെ നമ്മുടെ ബിരു അത് പ്രത്യേകം പറഞ്ഞു. അതിലൊക്കെ ഉപരി ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്കുള്ള പ്രചോദനം കൊടുക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ട് നല്ല പ്രവർത്തനം, ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നല്ല പ്രവർത്തനങ്ങൾ. അതുപോലെ ശൈല, നമുക്കറിയാവുന്ന ആളാണ് ശൈല മണിച്ചേച്ചി, പ്രസിഡൻ്റൊക്കെ ഉണ്ട്. അവരൊക്കെ ശൈലയൊക്കെ ഏത് കാര്യത്തിലും എനിക്കറിയാം. മണിച്ചേച്ചിയൊക്കെ ഓടിപ്പോയി നടക്കുന്നതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോൾ അതിന് യഥാർത്ഥ അവകാശികൾക്ക് വേണം ചെയ്യാം. അവർക്കത് കൃത്യമായി കിട്ടുന്നുണ്ടോ അത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പം തന്നെ ഇവിടെ ഡയാലിസിസ് നമുക്കെല്ലാവർക്കും അതിൻ്റെ കഷ്ടപ്പാടുകളും എല്ലാവർക്കും സാമ്പത്തികം ഒരേ രീതിയിലല്ല, വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ അത് ശൈലവാനുമായിട്ട് ഞാനൊരു 10 വർഷത്തെ ബന്ധമുണ്ട്. ചേച്ചിയായിട്ട് എനിക്കൊരു 30 വർഷത്തെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന സാന്ത്വന കോൺഫറൻസിലിരുന്ന വചനം വായിക്കുമായിരുന്നു, കൂട്ടായ്മയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. എനിക്ക് രോഗികൾക്ക് കൊടുക്കാൻ അന്ന് 500 രൂപയും 1000 രൂപയും ഒക്കെ തന്ന് സഹായിച്ചുകൊണ്ടിരുന്നതാണ് ചേച്ചി. പിന്നീട് കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഒരു വേദിയിൽ ശരീരമൊന്നും അല്ലാതെ തന്നെയുള്ള പ്രവർത്തനമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശൈലാപാലുമായിട്ട് ബന്ധപ്പെട്ടു ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ അഭിനയ വാസന അങ്ങനെ ഇല്ലാത്ത ആഗ്രഹമാണ് എനിക്കത് സാധിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഞാൻ വിലയിരുത്തിയിരുന്നു, കാരണം നമ്മൾ ചെയ്യുക. അങ്ങനെ അച്ഛൻ്റെ മകൻ എന്ന് പറഞ്ഞ ഒരു ടെലി സിനിമ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ടെലി സിനിമ അദ്ദേഹം നിർമ്മിക്കുവാനും അതിലൂടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുവാനും അത് കണ്ടതിന് ശേഷം ഞങ്ങളത് ഓരോരുത്തരും ഓഡിറ്റോറിയത്തിൽ പ്രദർശനം ലഭിച്ചു, ഉദ്ഘാടനം വെച്ചിരുന്നു, നല്ല വിജയമായിരുന്നു. അപ്പോൾ അന്ന് അത് കണ്ടിട്ട് ഓഡിയൻസിൽ നിന്ന് 2 പേര് വന്നിട്ട് പറഞ്ഞു, ഈ ടെലി സിനിമ കണ്ടതോടുകൂടി ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് ഇതോടുകൂടി നിർത്തി, ഇത് കണ്ണ് നടന്നു പോയി. അതായത് ഈ ചില ഒരു കുടുംബത്തിൽ ഒരച്ഛനും അമ്മയ്ക്കും 2-3 മക്കളുണ്ടെങ്കിൽ ആരോട് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു കാണുന്നുണ്ട്. അതുപോലുള്ളൊരു സംഭവമാണ് ഇവിടെ ഒരു സമൂഹത്തിൽ നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കഥയും തിരക്കഥയും കഴിഞ്ഞ് ഞാൻ സംവിധാനം ചെയ്തതാണ്. കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ചെയ്യാനായത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഇത് നല്ല രീതിയിൽ വന്നതിന് ശേഷം അത് കണ്ട് ആരുടെയെങ്കിലും മനസ്സ് മാറുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് അതൊരു എന്തുവാ, പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമർപ്പിച്ചല്ലേ. അതെ, അദ്ദേഹം അത് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്കിത് പുള്ളിയോട് തന്നെ ഈ ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം പുള്ളിയാണ് കണ്ണു പറഞ്ഞിട്ടുള്ള വയസ്സിൻ്റെ കണ്ടത്. പിന്നെ ഈ ടെലി സിനിമ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കാണാം, അച്ഛൻ്റെ മകൻ എന്ന് പറയുന്ന നെറ്റിലടിക്കാൻ വേണ്ടിയിട്ടു. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇതിന് കണ്ട് ഒരുപാട് പേരുണ്ട്. അത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ 2ാമത്തെ ചെറുക്കനെ ഞാൻ വല്ലാതെ ഉപയോഗിക്കുന്നു, കാരണം പിടിക്കൊക്കെ തലക്കെട്ട് ഇങ്ങനെ ഈ മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. അത് അവൻ്റെ കുസൃതിയുണ്ട്. ഇനി എനിക്ക് അപ്പോഴും പഠിക്കുകയല്ല, അല്ലെങ്കിൽ അവരുടെ എപ്പോഴും കളി തന്നെ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. പക്ഷെ അങ്ങനെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ ഒരിക്കലും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ അവരെ ഉദ്ഘോഷിച്ച് അതിൻ്റെ പരമ്പരായികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വേർപിടിക്കും. നമ്മുടെ ഈ രോഗം വരാനുള്ള കാരണങ്ങൾ ഈ നമ്മൾ പറഞ്ഞപ്പോൾ ഡയാസിനോട് കൃത്യ രോഗം എല്ലാവരും ഉപയോഗിക്കണം